ഹായ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ. താഴെ പട്ടി കടിക്കുന്നു, ഇവിടെ കേൾക്കാം. ഞാൻ ജനലടച്ചിട്ടേക്കും. എന്നിട്ടും അപ്പോഴേ ഞാൻ ശനിയാഴ്ച ഒരു വീഡിയോ ഇട്ടില്ലേ? ശനിയാഴ്ച വീഡിയോ ഇട്ടോണ്ടേ എൻ്റെ പൊന്നോ, എൻ്റെ കമൻറ്റ് ഓഫായി കിടക്കുമായിരുന്നു. എൻ്റെ അടുത്ത് എൻ്റെ സബ്സ്ക്രൈബർ പ്രീതിയും ലക്ഷറി ഡീൽ കാറിൽ നിന്ന് ഇടുന്ന ആ മോളും വേറൊരു വീഡിയോയിൽ നിന്ന് കമൻറ്റ് ഇട്ട് എന്താ കമൻറ്റ് ഓഫാണെന്നും പറഞ്ഞു. ഞാൻ എന്നാൽ അന്ന് ഇത്തിരി എനിക്ക് തിരക്കുമായതുകൊണ്ട് ഞാൻ സാധാരണ വീഡിയോ ഇട്ടിട്ട് കമൻറ്റിന് റിപ്ലൈ താമസിച്ച് കൊടുത്താലും ഞാൻ ഇടയ്ക്ക് പോയി കമൻറ്റ് നോക്കും, ആരെങ്കിലുമൊക്കെ ഇട്ടോ എന്തോ എന്നൊക്കെ ഉള്ളത്. അന്ന് ഞാൻ അതും ചെയ്തില്ല. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു ഞാനിത് കണ്ടത്. പിന്നെ നോക്കണം, ഓഫായിട്ട് കിടക്കുമായിരുന്നു. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ടുപിടിച്ച് ഞാൻ പോലും കാണാത്തത്. ഒരു മൂക്കടപ്പ്. ഇവിടെ തണുപ്പുണ്ട് കേട്ടോ. നാട്ടിലൊക്കെ മഴയുണ്ടെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അമ്മയെ വീഡിയോ കോളിൽ കണ്ടിട്ടാന്നേലും ഒത്തിരി പേർക്ക് സന്തോഷമായി. അതൊക്കെ കേട്ടതിൽ എനിക്കും സന്തോഷമുണ്ട്. പിന്നെ ഒന്നുമില്ല, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ആ വീഡിയോകളുടെ ദിവസം ജോലികളൊന്നും നമ്മളങ്ങനെ ഒന്നും ചെയ്തില്ലേലും ഭയങ്കര ബിസിയായിരുന്നു. അതുപോലുള്ള സിറ്റുവേഷനായിരുന്നു. ഒരു വല്ലാത്ത അവസ്ഥയെന്ന് വെച്ചാൽ വല്ലാത്ത അവസ്ഥയായിരുന്നു. അന്നിവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റേതായ രീതിയിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പം നമുക്കേ വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും കൂടെ പോരെ. എല്ലാവരും ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഓടിപ്പോയെന്ന് ലൈക്ക് ചെയ്തേരെ. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്തേരെ കേട്ടോ. ഓക്കെ, ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞാലല്ലേ ആക്കത്തുള്ളൂ. ചിലപ്പോൾ അറിയാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലോ ഈ ഷെയർ എന്തുവാന്നൊക്കെ നമ്മൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യവും പറയുന്നു, അവസാനവും പറയുന്നു. ഏത് സമയത്താണ് കേൾക്കുന്നത്? ചിലപ്പോൾ സ്കിപ്പ് അടിച്ച് പോകുമ്പോൾ ആദ്യത്തെ കേൾക്കും, ചിലപ്പോൾ അവസാനത്തെ കേൾക്കത്തില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് കേട്ടോ. ഇല്ലേ, ആവശ്യക്കാരന് ഔചിത്യം ഇല്ലെന്ന് പറയുന്ന പോലെ ആവശ്യം എൻ്റെ അല്ലേ. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറയുന്നു. നിങ്ങൾക്ക് കേട്ടത് ബോറുമായിട്ടുണ്ട്. എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യണേ എന്നൊക്കെ കേട്ട് നിങ്ങളങ്ങ് ബോറായില്ലേ. ഓക്കെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ സാമ്പാറുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഞാൻ ചായക്ക് പാല് കാച്ചുന്നുണ്ട്, ചായ വെക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഡലി ഞാൻ ഉണ്ടാക്കിയത്, ഇഡലിയൊക്കെ ഒന്ന് ഇളക്കി ഒന്നിടട്ടെ. ഇഡലി ഒരു ട്രിപ്പേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ ഇഡലിയേക്കായി എല്ലാവർക്കും താല്പര്യം ദോശയാണ്. അതുകൊണ്ട് ദോശയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. ഇഡലിയോ ദോശയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തീരാം. എന്തെങ്കിലും ഇപ്പോൾ സാമ്പാർ ഞാൻ നോർമലി സാമ്പാർ ഇവിടെ ഉണ്ടാക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ഇഡലിയോ ദോശയോ ഉണ്ടാക്കും. കാരണം അന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സാമ്പാർ കുറച്ച് വെച്ചിരുന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ആവുമല്ലേ. അങ്ങനെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മിക്കവാറും. അപ്പോൾ പോൾമോന് എക്സാം ആയതുകൊണ്ട് അവനൊരു 3 മണിക്ക് എക്സാം, ഒരു 2:30 ആകുമ്പോൾ പോയാൽ മതി. അപ്പോൾ കൊച്ചവന് 11:30 ആകുമ്പോഴത്തേക്കിന് ബസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും രാവിലെ അങ്ങനെ അങ്ങ് ടിഫിൻ്റെ പരിപാടികൾക്കിടെ ഒന്നും ധൃതിയില്ല. ഇപ്പോൾ ഇവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം സാവകാശം ടിഫിൻ കൊച്ചിന് ഉണ്ടാക്കിയാൽ മതി. പോളിന് ഒന്നും കൊണ്ടുപോകണ്ട. എക്സാം എഴുതിയിട്ടിങ്ങ് വരിക ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിവിടെ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇഡലിയും സാമ്പാറും. അപ്പം ഞാൻ നേരത്തെ എനിക്ക് ദോശയായിരുന്നു ഇഷ്ടം. ഇന്നിപ്പോൾ ഞാൻ ഇഡലിയും സാമ്പാറും എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കഷ്ണങ്ങളെല്ലാം ഞാനാണ് എടുത്തേക്കുന്നത്. ഈ കായ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തെ, അതാ ഈ കറുത്ത് കിടക്കുന്നത്. അപ്പോൾ കായൊന്നും ഇവന്മാർ കൂട്ടത്തില്ല. അതെല്ലാം ഞാനാണ് എടുത്തിപ്പോൾ കഴിച്ചത്. അപ്പം ഞങ്ങളുടെ ടൈലുണ്ടല്ലേ, ഇത് പുതിയതിട്ടതാണ് ഞങ്ങൾ. അപ്പോൾ അതിട്ടുണ്ടേ അത് ഒരു ടൈല് ഇളകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായി ഞങ്ങളിത് അവരോട് ഇങ്ങാരോട് തന്നെ വിളിച്ച് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആടിക്ക് അസുഖമായി, അങ്ങനെ ഓരോരുത്തർക്കും അസുഖമായതുകൊണ്ട് നമ്മളിത് പെയിൻറ്റിങ് വെച്ചേക്കുമായിരുന്നു. പക്ഷേ
നമ്മൾ അത്രയും പ്രതീക്ഷിച്ചതുപോലൊന്നും പൊടിയൊന്നും അവിടെ അത്ര ആയില്ല. അപ്പോൾ ഒരു ടൈൽ ഇളക്കിയുണ്ടേ അടുത്തതുകൂടെ ഇളക്കണമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ 3 ടൈൽ ഇളക്കിയിട്ട് ഭാഗ്യം പോലെ നേരത്തെ അന്ന് നമ്മൾ എടുത്ത ടൈലിൻ്റെ ബാലൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടൈല് പുതിയത് വാങ്ങിക്കണ്ടായിരുന്നു, ഇത് മതിയായിരുന്നു. ഞാൻ രാവിലെ ഇതെല്ലാം ചെയ്തു. പിന്നെ ഇവർ രാവിലെ ഒരു 10 മണിയാവുന്നതിന് മുമ്പട്ടേ വന്നു. അതുകൊണ്ട് പ്രൈസമോനൊക്കെ പോകുന്നതിന് മുമ്പിട്ട് ഇങ്ങനെ പണിയൊക്കെ 2 മണിക്കൂറത്തെ ജോലിയേ ഉള്ളായിരുന്നു. ഞാൻ ചിന്തിച്ച് ഈ ഒരു ദിവസം മൊത്തം എടുക്കും, ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കന്ന് അടുക്കള ജോലിയൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ സിങ്ക് ഉണ്ടല്ലോ, സിങ്ക് ഞാൻ ഈ കഴിഞ്ഞ മാർച്ചിൽ നാട്ടിൽ പോയടനെ എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കറിയാം എങ്ങനെയുള്ളതായിരുന്നു ഞങ്ങളുടെ സിങ്ക് എന്നുള്ളത്. അതിപ്പം മാറ്റി നമ്മൾ സിങ്ക് ആക്കിയോണ്ടേ അതിൻ്റെ ആ ജോയിൻ്റിൽ നിന്ന് വെള്ളം താപ്പോട്ട് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഇവരെയും കൊണ്ട് ഇപ്പം ചെയ്യിപ്പിക്കാനായിട്ട് നോക്കി. അപ്പോൾ നോക്കിയോണ്ടേ അവർ പറഞ്ഞ് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇനി ഒരു 3-4 മണിക്കൂർ വെള്ളം ഒഴിക്കല്ലെന്ന്. പിന്നെ ഞാൻ അടുക്കള എന്തോ പരിപാടി ചെയ്യും. ഞാനെല്ലാം ഒന്ന് ഒതുക്കി മോരടിച്ച് വെച്ചു, അങ്ങനെ അരിഞ്ഞ് വെച്ചു. അങ്ങനെയൊക്കെ മോരും കാത്തോരനും ഒക്കെ ആയിരുന്നു ഇന്ന് മനസ്സിൽ ചിന്തിച്ചത്. പിന്നെ എന്തോ ഇതൊന്നോ ചപ്പാത്തി നമ്മൾ വാങ്ങിച്ചായിരുന്നല്ലോ. അപ്പം ഞാൻ പിന്നെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഇവർക്കൊക്കെ അങ്ങ് സാമ്പാറും പിന്നെ മുട്ടയൊക്കെ പൊരിച്ച് അങ്ങനെ അങ്ങ് കൊടുത്തു. പിന്നെ പാത്രങ്ങളും എല്ലാം നമ്മളില്ലേ ചെയ്യുമ്പം വീട്ടിൽ ചെയ്യുമ്പം ഓരോന്നും അന്നേരം ഇല്ല കഴുകിയെടുക്കുമ്പം നമുക്ക് മനസ്സിലാവത്തില്ല എത്രയും പാത്രങ്ങൾ നമ്മളൊരു ദിവസം കഴുകുമെന്ന്. എൻ്റെ പൊന്നോ, ഇതെല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ ഒതുക്കി വെച്ച് ഞാൻ ഒരു 5 മണി ആകുമ്പോഴത്തേക്കിന് വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞു. ഒതുക്കി വെച്ച് എനിക്കൊരു ലോഡുണ്ടായിരുന്നു. ഞാനതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു ലോഡെന്ന് വെച്ചാൽ ഒരു ലോഡ് എനിക്ക് കഴുകുണ്ടായിരുന്നു. പിന്നെ മറ്റേ വാഷ് ബേസിനൊക്കെ ഉള്ളതുകൊണ്ട് കൈയൊക്കെ അവിടെ പോയി കഴുകായിരുന്നു. പിന്നെ അവരതെല്ലാം ഒട്ടിച്ചിട്ട് അവിടെ ചവിട്ടല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പഴയ ഇത് ടൈലെടുത്ത് വെച്ചിട്ട് പോയി. അപ്പോൾ ഇവരുടെ ഷീറ്റൊക്കെ പൊടിയായിരുന്നല്ലേ. പിന്നെ പോൾമോൻ അവൻ്റെയും അപ്പച്ചൻ്റെയും കൂടെ ഷീറ്റൊക്കെ മാറ്റുക. പിന്നെ അനു വന്ന് അവർ പറഞ്ഞ് അവിടെ അങ്ങ് ചവിട്ടുകയേ ചെയ്യില്ലെന്ന്. ബക്കറ്റിൻ്റെ അകത്തൊരിത്തിരി വെള്ളമൊക്കെ വെച്ചൊരു വെയിറ്റ് പോലൊക്കെ വെച്ചിട്ടുണ്ട്. അനുവിന് അതുകൊണ്ട് ഇന്ന് അങ്ങനെ തുടയ്ക്കാനൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്യും, പതുക്കെ എല്ലായിടും ഒന്ന് തൂത്തെടുക്ക്, ടേബിളെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ടേക്കുമായിരുന്നു. അല്ലാതെ ഈ പൊടി അവരൊരു ഇച്ചിരി ഡ്രില്ല് ചെയ്തിട്ട് പൊടിയുണ്ട്. അപ്പോൾ അതെല്ലാം തറയിലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ സ്ലിപ്പാവുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ പറ്റോ എനിക്ക് പേടിയാണ്. പൂർവ്വാവശ്യം ഞാൻ സ്ലിപ്പായി. എനിക്ക് ഓർക്കാൻ കൂടെ എൻ്റെ കർത്താവേ, ഇനി ഒരു വീഴ്ചയും കൂടെ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ പെട്ടെന്ന് അനുവിനെയും കൊണ്ട് അതൊക്കെ അങ്ങ് തുടപ്പിച്ച് പിന്നെ ഉച്ചയ്ക്ക് അവർക്ക് അതൊക്കെ കൊടുത്ത് ഞാനൊന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ട് മോരുകറി എന്തോന്നാലും ഞാൻ ഒന്ന് കലക്കിയൊക്കെ ഉടച്ചൊക്കെ വെച്ചായിരുന്നു. പിന്നെ മോരുകറി അങ്ങ് കാച്ചി വെച്ച്. പ്രൈസമ്മ വൈകിട്ട് വരുന്നുണ്ട്, എന്തോ കൊടുക്കുമെന്നുള്ള ചിന്തയിൽ ഞാൻ ഇരിക്കുമായിരുന്നു. എന്തോ കഴിക്കാൻ? മസാല ദോശ. ആരാ ഉണ്ട്? ആര് നിന്റെ കൂടെ ഉണ്ട്? മസാല ദോശ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? പിന്നെ വേറെന്തോ ഇഷ്ടമുണ്ട്? വട ഉണ്ട്. എന്തോ വട? എന്ത് വട? ചൂർക്ക പോൽ. क्या ऑर्डर बोल? क्या ऑर्डर किया? जोर का बोल. वेज फ्रैंकी. वेज नूडल्स फ्रैंकी. एक दिन का बेगर मेव का था, बेगर मेव का है। कैसा लगा? उधर जा, उधर जाके बैठ जा. बैठ बैठ बैठ. मजा कैसा है टेस्ट? ठीक था. जोर का बोल. ठीक था.
तो तेरे को क्रंच पसंद था ना? अरे गिरेगा। अच्छा लगा ना? थैंक यू बोलो अच्छा को। थैंक यू। इधर देख कैसा लगा। और कुछ खाएगा? भेज दिया भाई, पनीर है ना? हाँ देखो, चिकन है। हाँ और कुछ चाहिए? हाँ तो अच्छा सा आएगा फोटो ना। हाँ हाँ मेरा भी आ रहा है। अच्छा ले ले। ठीक है। किधर डालेगा? फेसबुक में डालेगा कि यूट्यूब पे? यूट्यूब पे डालेगा। ഇതെന്തോന്ന സംഭവം? 2 ദിവസം കൊണ്ട് പോൾമോൻ പറയുന്നുണ്ട് ഞാൻ പ്രൈസനെ വെളിയിൽ കൊണ്ടുപോയി എന്ന്, എന്തെങ്കിലും അവന് ട്രീറ്റ് കൊടുക്കാൻ പോവുക. ഇവന് ഞാൻ പറഞ്ഞില്ല ഇവന് ഒരു പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാറ്റർഡേ ദിവസം അന്നേരം പിന്നെ കോളേജിൽ നിന്ന് വന്നിട്ട് ഉടനെ കൊച്ചിനെയും കൊണ്ട് പോയി. എനിക്ക് പേടിയുണ്ടായിരുന്നു. ഒരിത്തിരി വൈകുന്നേരമായിട്ടാ കോളേജ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ട്യൂഷന് പോയിട്ട് ഒരു 7 മണി 7:30 ആയിട്ടാണ് പോയത്. അന്നേരം ഇവരെ രണ്ടിനെയും കൂടെ തന്നെ വിടാനും എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞെടാ നാളെ പപ്പ ഉള്ളപ്പം പപ്പായുടെയും കൂടെ പോയാൽ മതിയെന്ന്. അവൻ പറഞ്ഞില്ല ഞാൻ കൊണ്ടുപോവാം. ഞാൻ പറഞ്ഞിടാ സൂക്ഷി. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മുടെ അടുത്ത ആഴ്ചയിൽ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകണം. എന്നിട്ട് ഇവന് വാങ്ങിച്ചു കൊടുത്തിട്ട് പോൾമോൻ കഴിച്ചില്ലെന്നേ. അവന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര കൊതിയാണ്. അവൻ അത്രയ്ക്ക് അങ്ങ് ഡയറ്റിങ്ങിലിരിക്കും. ഇപ്പം 2-3 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ടാണ്. ഞാൻ പറയാം ഇത്ര അങ്ങ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറയാം എടാ വേണമെങ്കിൽ നീ ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചോ, കൊച്ചിനെ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയാം. ഇല്ല വേണ്ടാന്ന്. അനിയന് ഒരു വെജ് ഫ്രാങ്കിയാണ് പറഞ്ഞത്. അപ്പം വേറൊരു കൂട്ടർ പനീർ നൂഡിൽസും ഉണ്ട് അതിൻ്റെ അകത്ത്. പനീർ വെജിറ്റബിളിന് പകരം പനീർ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായിപ്പോയി. ഇവർക്ക് പനീർ കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു. ഇവർക്ക് കിട്ടിയത് പനീറായിപ്പോയി. അപ്പോൾ അതാ പ്രൈസ് അമ്മ പറയോ ഇത് ചിക്കനാണ് തോന്നുന്നു. അകത്ത് അവന് ചിക്കൻ പോലെ ഇരുന്ന് പനീർ. അപ്പോൾ ആ ജ്യൂസുകാരൻ അത് കരിമ്പിൻ ജ്യൂസാണ്. ആ കമ്പ് അങ്ങോട്ട് കുത്തി കയറ്റുന്നത് കരിമ്പാണ്. ആ ജ്യൂസ് അവർ വാങ്ങിച്ചത്. അപ്പം ഇവർ ചിലർക്കൊന്നും വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ലല്ലേ. അവൻ ആ പുള്ളിക്കാരൻ്റെ ഫേസ് കാണാത്ത വിധത്തിലാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ് എൻ്റെ ഫോട്ടോ കിട്ടുന്നുണ്ടോ, ഫോട്ടോ യൂട്യൂബിൽ ഇടണേ എന്നൊക്കെ പറഞ്ഞെന്ന്. പുള്ളി അങ്ങനെ പറഞ്ഞോടെ പിന്നെ അവൻ ആ ചെറുക്കൻ്റെ കൂടെ ഫോട്ടോ എടുത്ത്. അങ്ങനെ രണ്ടുപേരൂടെ അവന് പിന്നെ അനിയന് ജ്യൂസും ഇനിയും വല്ലതും വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന് ഞാൻ ചോദിച്ചടാ അത്താഴം വേണോടാ, വേണ്ടാന്ന് പറഞ്ഞ്. അങ്ങനെ ഇങ്ങനെ ആദ്യത്തെ ഒരു സംഭവം ചേട്ടച്ചാറ് കൊണ്ട് അനിയച്ചാർക്ക് ട്രീറ്റ് കൊടുത്തതാണ്. അപ്പം താങ്ക് യു പറയുന്നത് കേട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ വൈകുന്നേരമാണ് ഈ കാത്തോരൻ വെച്ചത്. പിന്നെ വൈകിട്ട് പ്രൈസമോന് പ്രൈസമോൻ അല്ലേലും ഈ തോര ഇഷ്ടമല്ലല്ലേ, അവനിഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് പിന്നെ അവൻ ഒന്നും കഴിക്കാഞ്ഞുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. ബാക്കി എല്ലാവർക്കും മോരുകറിയും കാത്തോരനും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ച്. അങ്ങനെ ഇന്ന് അങ്ങനെയൊക്കെ അങ്ങ് നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.